ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ വാക്യം. അന്നു സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകളിൽ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്തു തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ വരുമോ, അല്ലെങ്കിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും വലിയ പ്രതിസന്ധി വരുമോ, നമ്മൾ പറയണം, അടങ്ങുക, ശാന്തമാവുക. ദൈവം എല്ലാത്തിനും ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എല്ലാ രോഗത്തിനും സൗഖ്യം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. രോഗത്തിനോട് പറയുക, അടങ്ങുക, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. രോഗത്തെ ബന്ധിക്കുക. യേശുനാമത്തിൽ ബന്ധിച്ച വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ച നമുക്കത് ദൈവം ചെയ്തു തരും. ആമേൻ.